വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമവായത്തിന് നീക്കം. കുട്ടിയുടെ രക്ഷിതാക്കളുമായി സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് ചർച്ച നടത്തിയേക്കും. തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന് സഭ നൽകിയിട്ടുള്ള നിർദ്ദേശം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സമവായ നീക്കം ഉണ്ടാകുമെന്നാണ് സഭയുടെ പ്രതീക്ഷ. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാമെന്നാണ് KCBCയുടെ നിലപാട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ സമവായ നീക്കത്തിന്റെ വാർത്ത വരുന്നതുവരെ ഇരുപക്ഷവും ഉറച്ച നിലപാടിലായിരുന്നു. ഈ കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തും, അല്ലെങ്കിൽ യൂണിഫോം കോഡ് പാലിക്കുമെന്ന് എഴുതി നൽകണമെന്ന് സ്കൂളും, അങ്ങനെ തൽക്കാലം എഴുതി നൽകാനാവില്ലെന്ന നിലപാടിൽ രക്ഷിതാക്കളും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ സഭ ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു നിലപാട്, ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാനിപ്പോൾ സ്കൂളിന് മുന്നിലാണുള്ളത്. ഇന്നും കുട്ടി പരീക്ഷ എഴുതാനായി എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇന്നും സ്കൂളിലേക്ക് എത്തില്ല എന്നാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കം കുട്ടിയുടെ വീടുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. എക്സാം എഴുതാനെങ്കിലും കുട്ടിയെ കൊണ്ടുവരണം, കാരണം ആ കുട്ടിയുടെ ഒരു ഭാവി കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എക്സാം എഴുതാൻ വരണം, അതിന് തടസ്സമൊന്നുമില്ല എന്ന് സ്കൂൾ മാനേജ്മെന്റ് ഇതിനോടകം തന്നെ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ കുട്ടി തൽക്കാലം സ്കൂളിലേക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്താണ് ഈ വിഷയത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് തീരുമാനമാണ് മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളും സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു സമ്മതപത്രം എഴുതി വാങ്ങുക, അതായത് ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിലെത്താം, സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ഇനി തുടരും എന്ന സമ്മതപത്രം കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും എഴുതി വാങ്ങണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് തൽക്കാലം അത്തരത്തിലൊരു സമ്മതപത്രത്തിൽ ഒപ്പിടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തോട് സഹകരിക്കുവാനോ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നത്. അപ്പോൾ ഇനി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരാമർശം വന്നതിന് ശേഷമാണ് ഈ വിഷയം ഇത്രയേറെ വീണ്ടും വിവാദമാകുന്നത്. ഹൈബിയുടെ PMDCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ കുട്ടിയുടെ മാതാപിതാക്കളുമായി കണ്ട് സംസാരിച്ച് ഹിജാബ് ധരിക്കാതെ തന്നെ, അല്ലെങ്കിൽ മുൻപ് എങ്ങനെയാണോ വന്നിരുന്നത് ആ രീതിയിലേക്ക് തന്നെ സ്കൂളിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെ വരാം എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയതുമായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതുമായിരുന്നു. ഇനി എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു ചർച്ച നടക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിലൊരു മധ്യസ്ഥത എന്നോണം പള്ളുരുത്തി CAയുടെ നേതൃത്വത്തിലായിരിക്കും സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിലൊരു ചർച്ച നടക്കുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും CAയോ അല്ലെങ്കിൽ മുതിർന്ന ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് പറയുകയും അതിനുശേഷം സ്കൂളിലേക്ക് എത്തും. അത് ഉച്ചയ്ക്ക് ശേഷം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ ഒരു മധ്യസ്ഥ ചർച്ച നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ രണ്ടുപേരും എന്ത് നിലപാട് സ്വീകരിക്കുകയോ അതുമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇനി നേരത്തെ ഈ KCBCയുടെ ഒരു വിശദീകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്, തൽക്കാലം ഇതിൽ സ്കൂളിലെ മാനേജ്മെന്റിനോട് ഇനി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന തരത്തിലേക്ക് പോലും പലരുടെയും പരാമർശങ്ങൾ അതിക്രമിച്ചു എന്നൊരു വിശദീകരണമാണ്, അല്ലെങ്കിൽ എന്നൊരു വിലയിരുത്തലാണ് KCBCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ക്രൈസ്തവ സമുദായത്തിലെ തന്നെ ഉന്നതരായിട്ടുള്ള പല മതമേലധ്യക്ഷന്മാരും സർക്കാരുമായി ബന്ധപ്പെട്ടു. അവരുമായി ഇന്നലെ രാത്രിയോടൊക്കെ ഫോൺ വിളിച്ച് സംസാരിച്ചു. ഇനി ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, സർക്കാരിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് നമുക്ക് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് KCBC വിദ്യാഭ്യാസ മന്ത്രിയോടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഒരു മുൻകൈ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിനിധികളെയും വെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനാണ് തീരുമാനം. എത്രയും വേഗം ഈ വിഷയം അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം. ഏതൊക്കെ തരത്തിൽ ഇതിൽ ഒരു സമവായം എത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇപ്പോൾ സ്കൂളിലെ PTA പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുള്ള ശ്രീ ജോഷി കൈതവളപ്പിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോഷി കൈതവളപ്പിൽ, ഈ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് അവസാനിച്ച് സ്കൂളിൽ എല്ലാം സാധാരണ നിലയിലേക്ക് ആവുകയാണ് വേണ്ടത്. ഇന്നും ഇപ്പോൾ ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മാനേജ്മെന്റും കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം.
ആ അതായത് കുട്ടി ഇന്നലെ ആക്സിഡന്റ് ആയിരുന്നു. എക്സാം എഴുതാൻ വന്നില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ കാണാത്തത് കൊണ്ട് ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നോർമൽ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പ്രകാരം നമ്മൾ ക്ലാസ് ടീച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ ജോഷി, ടെലിഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് വിളിച്ചോട്ടെ. ശരി ശരി ശരി. ശ്രീ ജോഷി കൈതവളപ്പിൽ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. അദ്ദേഹം ആണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ നടക്കുകയാണ്. ഇന്നലെ ഈ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിരുന്നില്ല. ഇന്നും ഇപ്പോൾ പരീക്ഷയ്ക്ക് എത്താത്തതിനെ തുടർന്ന് ക്ലാസ് ടീച്ചർ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ സ്കൂൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സമ്മതപത്രം എഴുതി നൽകാൻ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറാവുമോ എന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അങ്ങനെ ഒരു സമ്മതപത്രം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സ്കൂളാകട്ടെ ഇന്നലെ വളരെ വിശദമായി തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ സ്കൂളിലെ യൂണിഫോം കോഡ് പാലിക്കാൻ കുട്ടി തയ്യാറെങ്കിൽ, കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറെങ്കിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ പഠനം വളരെ സുഗമമായി തന്നെ തുടരാമെന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ശ്രീ ജോഷി പറഞ്ഞോളൂ. അപ്പോൾ ഈ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു പ്രതികരണം? അതായത് ഇന്നലെ കുട്ടി ആക്സിഡന്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നലെ ആക്സിഡന്റ് ആവുന്ന കുട്ടിയെ ഇന്നാണല്ലോ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും സ്കൂളിന്റെ പ്രൊസീജിയർ എന്ന നിലയിൽ സ്കൂൾ ടീച്ചർ വിളിച്ചു. എല്ലാ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ വിളിച്ചു വെച്ചപ്പോൾ ആ കുട്ടിക്ക് സുഖമില്ല എന്നുള്ള അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മറ്റൊരു വിവരങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ചർച്ചയോ കൂടിക്കാഴ്ചയോ നടത്താൻ മാനേജ്മെന്റോ നിങ്ങൾ PTO ശ്രമിക്കുന്നുണ്ടോ? ഞാൻ അതുകൂടെ ഒന്ന് വ്യക്തമാക്കട്ടെ. നമ്മള് കുട്ടിയെ പുറത്താക്കുമ്പോഴാണ് എടുക്കുന്ന ഒരു സംവിധാനം വരികയാണ്. അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് ഇതുവരെ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്ഥിതിക്ക് ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്ന് ഞാൻ പറയാം. അല്ല, ഒരു സമ്മതപത്രം വേണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അതായത് അങ്ങനെ ഒരു റൂമർ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്ക് റൂമർ ആയിരുന്നില്ല. ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ സിസ്റ്ററും ഒപ്പം അഡ്വക്കേറ്റ് വിമലാബിനും സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇങ്ങനെ സമ്മതപത്രത്തിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ഒരു മിനിറ്റ്. കുട്ടിയെ PTA എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടിയുടെ പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അല്ലാതെ മാനേജ്മെന്റിന്റെ കാര്യത്തിന് ഞങ്ങൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുക? ഒരു പേരന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കുട്ടിയുടെ പിതാവ് ഞാനുമായിട്ട് സംസാരിച്ച് അതെന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളത് മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കും. അതായത് അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ അനസ് തയ്യാറാണ്. അല്ല, എനിക്കറിയില്ല. നമ്മളോട് ഇതുവരെ പേരന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് പാരന്റിന്റെ പ്രതിനിധിയായിട്ടാണ്. പാരന്റ് തയ്യാറാണോ അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണോ? അല്ല, എനിക്കറിയില്ല. അതിന്റെ കുട്ടിയുടെ പിതാവാണ് അത് പറയേണ്ടത്. എന്നോട് ഇത്തരം കാര്യങ്ങൾ കുട്ടിയുടെ പിതാവോ അതുപോലെ മാനേജ്മെന്റോ ഇത്തരം കാര്യങ്ങൾ എന്നോട് ചർച്ച ചെയ്തിട്ടില്ല.